എല്ലാവർക്കും സിനിമാ മേനിയക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മോഷണം, പല ടൈപ്പ് മോഷണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ കൊടുങ്കാറ്റിൻ്റെ ഇടയിൽ കൂടെ മോഷ്ടിക്കുന്നത് നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? വലിയൊരു കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുന്നു. ആ ഒരു കൊടുങ്കാറ്റിനെ ഒരു ചാൻസ് ആക്കി മാറ്റി ഈ കള്ളന്മാർ മോഷ്ടിക്കാനായിട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നു. കൊടുങ്കാറ്റും മോഷണവും വല്ലാത്തൊരു വെറൈറ്റി കോമ്പിനേഷൻ ആണല്ലേ. ഈ മോഷണം സക്സസ് ആവോ ഇല്ലേ എന്നൊക്കെ നിങ്ങൾ എന്നെ കണ്ടറിഞ്ഞോ? അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. 1992 ഗൾഫ് പോർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണെങ്കിൽ വലിയൊരു കൊടുങ്കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയെ അതിൽ നിന്ന് രക്ഷപ്പെട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഒരച്ഛനും രണ്ട് മക്കളും. ഇതാണ് മൂത്ത മകൻ ബ്രീസ്, ഇത് രണ്ടാമത്തവൻ വില്ല്. ഈ കുരിപ്പേളാണെങ്കിൽ 24 മണിക്കൂറും തല്ല. വലിയൊരു കൊടുങ്കാറ്റാണ് പിന്നാലെ വന്നുകൊണ്ടിരിക്കുന്നത്. അതൊന്നും മൈൻഡ് ആക്കാണ്ട് ചുമ്മാ അടികൂടിക്കൊണ്ടിരിക്കുക. ഇതിൻ്റെ ഇടയിൽ ആ പാവം അച്ഛനും. പെട്ടെന്നാണ് ഒരു മരം ഇവരുടെ വണ്ടിയുടെ ഫ്രണ്ടിലോട്ട് അങ്ങ് വീഴുന്നത്. പിന്നെ പറയണ്ടല്ലോ, വണ്ടിയുടെ കൺട്രോൾ അങ്ങ് പോകുന്നു. എന്തോ ഭാഗ്യത്തിന് ഇവർ രക്ഷപ്പെട്ടു. പക്ഷെ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ വണ്ടി സ്റ്റക്കായിട്ടിരിക്കുകയെ അടിയിലായിട്ട് വലിയൊരു കല്ല് കുടുങ്ങിയിട്ടുണ്ട്. ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും പോകുന്നില്ല. പിന്നെ അച്ഛനൊന്നും നോക്കിയില്ല, രണ്ട് മക്കളെ എടുക്കുന്നു, തൊട്ടടുത്ത വീട്ടിൽ കൊണ്ടുപോയാക്കുന്നു. ആ വീട്ടിലാണെങ്കിൽ ഒരൊറ്റ മനുഷ്യനില്ല. അവരൊക്കെ പണ്ടേ നാട് വിട്ടു. ഇല്ലാന്നുണ്ടെങ്കിൽ ഉറപ്പാണ് ഈ ഒരു കൊടുങ്കാറ്റ് വന്ന് അവരെയും കൊണ്ടുപോകും. അങ്ങനെ അച്ഛൻ പുറത്തു പോകുന്നു ഈ ഒരു വണ്ടി റെഡിയാക്കാനായിട്ട്. ഈ ഒരു വണ്ടി റെഡിയാക്കിയാൽ മാത്രമാണ് ഇവർക്കിവിടുന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിൻ്റെ ഒക്കെ ഇടയിലും ഈ കുരിപ്പുകളുടെ തല്ലുണ്ടല്ലോ, അത് സ്റ്റിൽ ഓണാണ്. നമ്മളുടെ ബ്രീസിനൊരാഗ്രഹം ഒരു പട്ടം പറത്താൻ. അതിന് വേണ്ടിയിട്ടാണ് ഇവർ 3 പേരും പുറത്തിറങ്ങുന്നതും പിന്നീട് ഈ ഒരു കാറ്റിൽ പെട്ടുപോകുന്നതും. സോ ഇതൊക്കെ നിന്റെ കാരണമെന്നും പറഞ്ഞ് വില്ല് അവനെ കുറെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആ ഒരു കാറ്റ് അങ്ങോട്ടങ്ങ് ആഞ്ഞടിക്കുന്നത്. അതുമാത്രമല്ല, ഇവർ നിൽക്കുന്ന ആ ഒരു വീടടക്കം അങ്ങ് പറന്ന് പോകുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ കാര്യം പറയണ്ടല്ലോ, തൊട്ടടുത്തുള്ളൊരു വാട്ടർ ടാങ്ക് അങ്ങ് ഉരുണ്ടു വരുന്നു, അച്ഛൻ്റെ മേത്തോട് അങ്ങ് പോകുന്നു. ഇതൊക്കെ കണ്ടിട്ടാകെ മരവിച്ചിരിക്കെ ഈ 2 പേരും സ്വന്തം അച്ഛൻ്റെ മരണം മുന്നിൽ കാണാന്നൊക്കെ പറഞ്ഞാൽ അത് താങ്ങാവുന്നതിൽ അപ്പുറത്തൊരു കാഴ്ചയാണ്. അങ്ങനെ ആ ഒരു കൊടുങ്കാറ്റ് പിള്ളേരുടെ തൊട്ട് ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അതിനകത്താണെങ്കിൽ വലിയൊരു മുഖം അവർ കാണുന്നുണ്ട്, ഒരു രാക്ഷസ മുഖം. ആ ഫേസാണ് ആ കാറ്റിൻ്റെ യഥാർത്ഥ രൂപം. അങ്ങനെ 26 വർഷം കഴിഞ്ഞു. ഇതുപോലത്തെ ഒരു കൊടുങ്കാറ്റ് പിന്നെയും വരുന്നു, അതും അതേ സെയിം നാട്ടിൽ. അങ്ങനെ ഈ സമയത്ത് അവിടെയുള്ള ഒരു നാഷണൽ വെതർ ഓഫീസാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഈ ഒരു കാറ്റ് വാച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞു വിട്ടിരിക്കുന്നത് നമ്മളുടെ വില്ലിനെയാണ്. വില്ലിപ്പോൾ ഒരു വെതർ ഓഫീസറാണ്. ചുരുക്കി പറഞ്ഞാൽ പണ്ടത്തെ ഒരു കൊടുങ്കാറ്റിൽ വില്ലും ബ്രീസും രക്ഷപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഈ സമയത്താണ് ആ നാട് മൊത്തം ഇവാക്യുവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അവിടുത്തെ പോലീസുകാരും. ഇങ്ങേരാണ് പോലീസുകാരുടെ ഹെഡ്. അങ്ങനെ ഹെഡ് പറയാണ്, 26 വർഷങ്ങൾക്ക് ശേഷം പിന്നെയും ഒരു ശക്തമായിട്ടുള്ള കാറ്റ് വരുന്നത്. ഇതിലാരും മരിക്കാൻ പാടില്ല, നാട്ടുകാരെ മൊത്തം സേഫാക്കണം. അതുമാത്രമല്ല, ഈ നാട് കാലിയായി കിടക്കുന്ന കണ്ട് ഇങ്ങോട്ട് കുറേ കള്ളന്മാർ വരാൻ ചാൻസ് ഉണ്ട്, ഇവിടെയുള്ളതൊക്കെ കൊള്ളയടിച്ച് പോകാൻ. അതിന് നമ്മൾ അനുവദിച്ചുകൂടാ. അങ്ങനെ നാട്ടുകാർ മൊത്തത്തിൽ നാട് വിട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തൻ്റെ വണ്ടി അങ്ങ് ബ്രേക്ക് ഡൗൺ ആവുന്നത്. പിന്നെ പറയണ്ടല്ലോ, നാടിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ട്രാഫിക് ബ്ലോക്കാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് ട്രാക്കിൽ നിന്നും 3 ലോറികൾ വരുന്നത്. അതും ബാങ്കിലോട്ട് പോകുന്ന ലോറികൾ വിത്ത് 600 മില്യൺ. ഇതൊക്കെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത്രയും സെക്യൂരിറ്റി വേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയിൽ മൊത്തം പട്ടാളക്കാരാണ്. പിന്നെ കുറേ തോക്കുകൾ, ആയുധങ്ങൾ എന്ന് വേണ്ട ഫുൾ സേഫ്റ്റി ആയിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൊടുങ്കാറ്റാണ്. ഈ ഒരു കൊടുങ്കാറ്റ് വരുന്നതിന് മുമ്പ് ഇത് ബാങ്കിൽ എത്തിക്കണം സേഫായിട്ട്. സോ എത്രയും വേഗം ഇവിടെ നിന്ന് പോകാൻ വേണ്ടി ഹോണിങ്ങനെ അടിച്ച് പിടിക്കുന്നുണ്ട് കേസി. അടിച്ച് പിടിക്കുന്നതേ ഉള്ളൂ, അല്ലാണ്ട് അവിടുന്ന് പോകാന്ന് പറഞ്ഞാൽ എളുപ്പമുള്ളൊരു കാര്യമല്ല. ഫ്രണ്ടിലാകെ വണ്ടികളാണ്. ഇതൊക്കെ കണ്ടിട്ട് അപ്പുറത്തിരിക്കുന്ന കോണർ ചോദിക്കുകയാണ്, എൻ്റെ പൊന്ന് കേസി എന്തിനാണ് ഇത്ര ധൃതി? എടോ, വണ്ടിയിലിരിക്കുന്ന 100 200 ഒന്നുമല്ല, 600 മില്യനാ. അത് എത്രയും വേഗം ബാങ്കിൽ എത്തിച്ചിരിക്കണം. ഇതും പറഞ്ഞ് ഫ്രണ്ടിലത്തെ വണ്ടിയുടെ ഫ്രണ്ടിൽ അങ്ങ് കൊണ്ടുപോയി ഇടിക്കുന്നു. അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ ഗ്യാപ്പിൽ കൂടെ നൈസായിട്ട് റൈറ്റ് പിടിച്ച് തൊട്ടപ്പുറത്തെ പാടത്തെത്തുന്നു. എന്നിട്ട് ആ പാടത്തൂടെ ഈ 3 ലോറികളും നേരെ ബാങ്കിലോട്ട് പോകുന്നു. ഇവളുടെ ഈ പരാക്രമമൊക്കെ കണ്ടിട്ടാകെ പേടിച്ചിരിക്കുക നമ്മളുടെ കോണർ. ഇതിൻ്റെ ഇടയിൽ 2-3 ആൾക്കാർ ആ നാട്ടിലെ ടവറിന്റെ മേളിൽ എന്തൊക്കെയോ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വരുന്ന 3 ലോറികളെയും അവർ വാച്ച് ചെയ്യുന്നു. ഇതേ സെയിം ടൈമിൽ തന്നെയാണ് വില്ലിനെ കാണിക്കുന്നത്. വില്ലിയൊരു കാറ്റ് വാച്ച് ചെയ്യാൻ വേണ്ടി കുറേ ഡ്രോണുകളെ മുകളിലോട്ട് പറത്തി വിടുന്നുണ്ട്. ആ സമയത്താണ് വില്ലിൻ്റെ വണ്ടിയെ കാണിക്കുന്നത്. ഇവൻ്റെ വണ്ടി എന്ന് പറഞ്ഞാൽ ഒരു വേറെ ലെവൽ ഐറ്റാണ്. സംഭവം വേറെ ഒന്നുമല്ല, വെതറിനെ പറ്റിയിട്ടുള്ള ഒരു വണ്ടിയാണ്. സോ അതുകൊണ്ട് തന്നെ ആ വണ്ടിയുടെ മേളിലില്ലാത്ത സാധനങ്ങളില്ല. വെതർ നോക്കാനുള്ള ഇൻസ്ട്രുമെൻറ്റ്സ്, സാറ്റലൈറ്റ് എന്ന് വേണ്ട സകലമാന കോപ്പും അതിൻ്റെ മേളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കട്ടി കറക്റ്റ് ബുള്ളറ്റ് പ്രൂഫ് എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനെ കേസും ടീമും ബാങ്കിലെത്തി. ബാങ്കിലാണെങ്കിൽ ഫുൾ സെക്യൂരിറ്റിയാണ്. ഫ്രണ്ടിലും ബാക്കിലും സൈഡിലും എന്ന് വേണ്ട സകലമാന സ്ഥലത്തും സെക്യൂരിറ്റിയാണ്. ഇതിൻ്റെ ഇടയിൽ വെതറുകാരാണെങ്കിൽ
കാറ്റിന് അത്ര ശക്തി കാണില്ല, അതുപോലെ തന്നെ അത്ര പവർഫുൾ ആയിരിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇവരിത് പറയുന്നത് കിട്ടിയ റീഡിങ്സ് അനുസരിച്ചാണ്. പക്ഷെ വില്ല അവരോട് പറയുന്നുണ്ട് ഇപ്രാവശ്യം വരാൻ പോകുന്നത് വളരെയധികം ശക്തിയായ കാറ്റാന്നൊക്കെ. ഇവനിത് പറയാൻ കാരണം വേറൊന്നുമില്ല, കാറ്റിൻ്റെ മണ്ണടിച്ച അവനറിയാം അതിന് എത്രത്തോളം ശക്തിയുണ്ടെന്ന്. പുള്ളിക്കാരൻ ഇന്നൊന്നിലും തുടങ്ങിയ ഒരു പരിപാടിയല്ല ഈ ഒരു കാറ്റിൻ്റെ പിന്നാലെ പോക്ക്. അങ്ങനെ ഈ സമയത്താണ് ബാങ്ക് കാണിക്കുന്നത്. അവരാ ട്രക്കങ്ങ് അൺലോഡ് ചെയ്യുന്നു. അതിനകത്തെ പൈസ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ണു തള്ളിപ്പോവും, അത്രക്കും അധികം ഉണ്ട്. നല്ല വൃത്തിയായിട്ട് ഇങ്ങനെ കെട്ട് കണക്കിന് എടുത്തു വെച്ചിരിക്കുക ഈ ഒരു പൈസ. ഇനി എന്തിനാണ് ഇത്രയും അധികം പൈസ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് അറിയണ്ടേ? ഗവൺമെന്റ് പഴയ നോട്ടൊക്കെ നശിപ്പിച്ച് പുതിയ നോട്ട് അടിക്കാൻ പോവുക, അതും അതേ സെയിം സീരിയൽ നമ്പറിൽ. എന്നാൽ ഈ ക്യാഷ് ബാൻ ചെയ്തുകൊണ്ടല്ല ഇത് നശിപ്പിക്കുന്നത്, പുതിയ നോട്ടുകളാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനർത്ഥം പഴയ നോട്ടുകൾക്കും വാല്യൂ ഉണ്ട്. സോ ഈ ഒരു പഴയ നോട്ട് ആരെങ്കിലും മോഷ്ടിച്ചുകൊണ്ട് പോയാലും അത് ആ കള്ളന്മാർക്ക് ഉപകാരമാണെന്ന് അർത്ഥം. അങ്ങനെ ഈ സമയത്താണ് ബാങ്ക് മാനേജറിനെ കാണിക്കുന്നത്. ബാങ്ക് മാനേജറും നമ്മളുടെ കേസിയും ഫ്രണ്ട്സാണ്. അതുമാത്രമല്ല ബാങ്ക് മാനേജറിന്റെ കൂടെ 2 പേര് വരുന്നുണ്ട്. അവരാണ് റിപ്പയറിംഗ് ഏജൻസ്. ഇവർ കപ്പിൾസ് ആണ്. ഇവർ വന്നിരിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ നോട്ട് നശിപ്പിക്കുന്ന മെഷീൻ കേടായിട്ടിരിക്കുക, അപ്പൊ അത് നന്നാക്കാനാണ് ഈ റിപ്പയറിംഗ് ഏജൻസ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേസിയുടെ ബോസ് വിളിക്കുന്നത്. ഇവിടെ ഇരിക്കുന്ന 600 മില്യൺ നിന്റെ റെസ്പോൺസിബിലിറ്റിയാണ്, അത് നശിപ്പിക്കുന്നത് വരെ നീ കെയർഫുൾ ആയിട്ടിരിക്കണം. സോ ഇത്രയും വലിയൊരു ദൗത്യം, ഇത്രയും വലിയൊരു എമൗണ്ട്, അതുകൊണ്ട് തന്നെ ഏതൊക്കെ നിലയ്ക്ക് ഏതൊക്കെ കള്ളന്മാർ ഏതൊക്കെ വഴി കൂടെ വരിക എന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പ്രിക്വേഷൻ എന്ന രീതിയിൽ ആ ബാങ്ക് ലോക്കറിന്റെ പാസ്വേഡ് അങ്ങ് ചേഞ്ച് ചെയ്യുന്നു, പുതിയ പാസ്വേഡ് ഇടുന്നു. അതുമാത്രമല്ല ഈ പാസ്വേഡ് സേവ് ചെയ്ത് വെച്ച ടാബ്ലറ്റ് അവൾ അങ്ങ് കൊണ്ടുപോകുന്നു. ഇനി ഇവളറിയാതെ ഒരാൾക്കും ഈ ലോക്കർ തുറക്കാൻ പറ്റില്ല എന്നർത്ഥം. ഇതിൻ്റെ ഇടയിലാണ് നമ്മളുടെ ബാങ്കിലെ ജനറേറ്ററിന് എന്തൊക്കെയോ പ്രശ്നം വരുന്നത്. സോ എത്രയും വേഗം റിപ്പയർ ചെയ്തേ പറ്റുള്ളൂ. ഇത്രയും വലിയൊരു ദൗത്യത്തിൻ്റെ ഇടയിൽ കറണ്ട് ഇല്ല എന്നൊക്കെ പറഞ്ഞാൽ അത് ഇതിനേക്കാൾ വലിയൊരു പണിയാണ്. സോ എത്രയും വേഗം ജനറേറ്റർ റെഡിയാക്കിയേ പറ്റുള്ളൂ. ഇതിനു വേണ്ടിയിട്ട് അവർ വിളിക്കുന്നത് ബ്രീസിനെയാണ്, അതായത് നമ്മളുടെ വില്ലിൻ്റെ ചേട്ടനെ. പക്ഷെ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നില്ല, കാരണം അവിടെ റേഞ്ച് ഇല്ല എന്നുള്ളത് പോട്ടെ, ലാൻഡ് ലൈൻ വർക്ക് ചെയ്യുന്നില്ല, ഇൻ്റർനെറ്റ് കിട്ടുന്നില്ല, വൈഫൈ കിട്ടുന്നില്ല എന്ന് വേണ്ട, പുറത്തേക്കും അകത്തേക്കുള്ള എല്ലാ കമ്മ്യൂണിക്കേഷനും കട്ടായിട്ടാണ് കിടക്കുന്നത്. പിന്നെ നമ്മളുടെ കേസി ഒന്നും നോക്കിയില്ല, അവനെ നേരിട്ടങ്ങ് വിളിക്കാൻ പോകുന്നു. പക്ഷെ വിളിക്കാൻ പോകുന്ന വഴിക്ക് ഇവളൊരു കാഴ്ച കാണുന്നുണ്ട്. ഇവിടെ വൈഫൈ കിട്ടുന്നില്ല, റേഞ്ച് ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷെ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിലും മറ്റേ ഏജൻറ്റുമാരുണ്ടല്ലോ, റിപ്പയറിംഗ് ഏജൻറ്റുമാർ, അവരിരുന്ന് ലാപ്ടോപ്പൊക്കെ കുത്തി കളിക്കുന്നുണ്ട്. റേഞ്ച് ഇല്ലാണ്ട് അല്ലെങ്കിൽ നെറ്റ് ഇല്ലാണ്ട് ഇവരെങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നുണ്ടാവുക? സോ അവൾക്ക് ഭയങ്കര ഡൗട്ട്. പിന്നെ അവളൊന്നും നോക്കിയില്ല, അവളുടെ കയ്യിലുള്ള ആ ടാബ്ലറ്റ് ഉണ്ടല്ലോ, ലോക്കറിന്റെ പാസ്വേഡ് സേവ് ചെയ്ത് വെച്ച ടാബ്ലറ്റ്, അതങ്ങ് ഒളിപ്പിച്ചു വെക്കുന്നു. എന്നിട്ട് നേരെ ബ്രീസിനെ വിളിക്കാൻ പോകുന്നുണ്ട്. ഇതേ സെയിം ടൈമിൽ തന്നെയാണ് നമ്മളുടെ വില്ല് ബ്രീസിനെ വിളിക്കാൻ പോകുന്നത്. ബ്രീസിനെ എത്രയും പെട്ടെന്ന് ഈ ഒരു നാട്ടിൽ നിന്ന് പുറത്തു കടത്തണം. പക്ഷെ ബ്രീസ് ആണെങ്കിൽ ഇത്രയും വലിയൊരു കാറ്റ് വന്നിട്ട് പോലും യാതൊരു കൂസലും ഇല്ലാണ്ട് കേട്ടെന്നുറങ്ങിക്കൊണ്ടിരിക്കുക. പുള്ളിക്കാരനാണെങ്കിൽ യാതൊരു പേടിയുമില്ല, കാരണം ഇവിടെ ഇടയ്ക്കിടയ്ക്ക് കൊടുങ്കാറ്റുകളൊക്കെ വരുന്നതാ. അങ്ങനെ ഈ സമയത്ത് വില്ല് പറയാണ്, ബ്രീസ് നീ വിചാരിക്കുന്ന പോലെയല്ല, നമ്മളുടെ അച്ഛനെ കൊന്ന കാറ്റിനേക്കാൾ അപകടം പിടിച്ച കാറ്റാ ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടും ബ്രീസ് കൂടെ വരാൻ റെഡിയാവുന്നില്ല. കാരണം പുള്ളിക്കാരൻ്റെ മനസ്സിലൊരു വിചാരമുണ്ട്, തൻ്റെ അച്ഛൻ്റെ മരണത്തിന് ഉത്തരവാദി താനാണ് എന്നുള്ളൊരു വിചാരം. അതുകൊണ്ട് തന്നെ ആകെക്കൂടെ ബ്രോക്കണക്കായിട്ടാണ് ആളിവിടെ ഇരിക്കുന്നത്. അങ്ങനെ ഈ ഒരു കറക്റ്റ് സമയത്താണ് മറ്റേ ടവറിൻ്റെ മേളിലിരുന്ന് പണിയെടുത്ത ആൾക്കാർ ബാങ്കിലോട്ട് വരുന്നത്. പക്ഷെ സെക്യൂരിറ്റിക്കാരാണെങ്കിൽ അകത്തോട്ട് കയറ്റി വിടുന്നില്ല, കാരണം അത്രയും വലിയൊരു എമൗണ്ട് ആണ് അകത്തിരിക്കുന്നത്. പുറത്തുനിന്ന് ഒരാളെ കയറ്റാന്ന് പറഞ്ഞാൽ അതത്ര സേഫ് ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇനിയിപ്പോൾ പുറത്തുള്ളവർക്ക് അകത്ത് കയറണമെന്നുണ്ടെങ്കിൽ മേളിൽ നിന്നൊക്കെ ക്ലിയറൻസ് കിട്ടണം. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റിക്കാർ അകത്തോട്ട് കയറ്റി വിടുന്നില്ല. പിന്നെ ഇവന്മാരൊന്നും നോക്കിയില്ല, ഗണ്ണെടുക്കുന്നു, അങ്ങ് പൊട്ടിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവന്മാരുടെ കയ്യിലാണെങ്കിൽ ഒരു പ്രത്യേകതരം ബുള്ളറ്റ് ഉണ്ട്, ആൾക്കാരെ മയക്കാനുള്ള ബുള്ളറ്റ്, ഒറിജിനൽ ബുള്ളറ്റ് അല്ല. സോ അത് വെച്ച് ഓരോ സെക്യൂരിറ്റീസിനെ മയക്കി കിടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പുറത്തുള്ള സെക്യൂരിറ്റിക്കാരൊക്കെ മയങ്ങി വീഴുന്നതിന് മുമ്പ് അകത്തുള്ളവർക്ക് അങ്ങ് സിഗ്നൽ കൊടുക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, കോണർ, ബാങ്ക് മാനേജർ, അകത്തുള്ള സെക്യൂരിറ്റിക്കാർ, ഇവരെല്ലാവരും റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നമ്മളുടെ ബാങ്ക് മാനേജർ ആണെങ്കിലോ മറ്റ് ഏജൻസിമാരൊക്കെ സേഫ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു ബുള്ളറ്റ് പ്രൂഫ് റൂമിനകത്തങ്ങ് ഇരിക്കുക. ഇതിൻ്റെ അകത്തോട്ട് ബുള്ളറ്റ് കയറാന്ന് പറഞ്ഞാൽ കുറച്ച് പാടാ. മറ്റോമാരാണെങ്കിൽ ഗേറ്റ് തുറക്കുന്നു, അകത്ത് കയറുന്നു, കുറേ എണ്ണത്തിനെ കൊല്ലുന്നു. പക്ഷെ അതുകൊണ്ടായില്ല, ഇനി ഈ ബാങ്കിൻ്റെ ഉള്ളിലോട്ട് കിടക്കണം. ഉള്ളിലാണെങ്കിൽ ഒരുവിധം സെക്യൂരിറ്റീസൊക്കെ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. പക്ഷേ പേടിക്കാനൊന്നുമില്ല, അവരെ പണിയാൻ വേണ്ടി അകത്ത് നമ്മളുടെ കോണറുണ്ട്. കോണറും പുറത്തുനിന്ന് വന്നവന്മാരും ഒരേ ഗ്രൂപ്പാണ്. അതുമാത്രമല്ല, കോണറാണ് ഇവന്മാരുടെ ഹെഡ്. അങ്ങനെ എല്ലാ സെക്യൂരിറ്റിക്കാരും
മെയിൻ ഗേറ്റിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നാൽ ആ ഗേറ്റ് ബോംബ് വെച്ച് അങ്ങ് തകർക്കുകയാണ്. ഇതിന്റെ ആഘാതത്തിൽ ആ ഒരു സെക്യൂരിറ്റീസ് മുഴുവൻ അങ്ങ് തെറിച്ച് വീഴുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പിൽ ഇവർ അകത്ത് കയറുന്നു, എല്ലാ സെക്യൂരിറ്റീസിനെയും അങ്ങ് മയക്കുന്നു. സോ കംപ്ലീറ്റ്ലി സേഫായി. അതുമാത്രമല്ല, ഈ വന്ന ഗ്രൂപ്പിൽ സാക്കി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട്. ഈ സാക്കിയും കോണറും കപ്പിൾസാ. ഇനി ഇവർക്ക് ആ ബാങ്ക് ലോക്കർ തുറക്കണം, അകത്തിരിക്കുന്ന 600 മില്യൺ അങ്ങ് കൊണ്ടുപോകണം. പക്ഷെ അതിന് മുമ്പായിട്ട് നമ്മളുടെ ബാങ്ക് മാനേജറിനും ഒരു പണി കൊടുക്കണം. അവൻ കൂടെ ബാക്കിയുണ്ടല്ലോ. എന്നാൽ ഇവിടെ ബാങ്ക് മാനേജറും ഏജന്റുമാരും സേഫ് ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം മറ്റേ ബുള്ളറ്റ് പ്രൂഫ് റൂമിലാണ് ഇവർ ഇരിക്കുന്നത്. എന്നാൽ കോണർ വന്ന പാട് ആ റൂം അങ്ങ് തുറന്നു കൊടുക്കുകയാണ് ഏജന്റുമാര്. ഈ ഏജന്റുമാര് കോണറിന്റെ ആൾക്കാരാ. ഇവർ കുറച്ച് ദിവസമായിട്ട് ഈ ബാങ്കിന്റെ സെർവർ ഹാക്ക് ചെയ്തിട്ടിരിക്കുക. ഇവർ നല്ല ഒന്നാന്തരം ഹാക്കേഴ്സാ. ഇവർ ഈ സെർവർ ഹാക്ക് ചെയ്യുന്നു, അതുവഴി എന്നാണ് ഈ പൈസ ഇങ്ങോട്ട് എത്തുന്നതെന്ന് മനസ്സിലാക്കുന്നു, അത് കോണറിനെ അറിയിക്കുന്നു. ശേഷം ഈ കൊടുങ്കാറ്റ് നല്ലൊരു ഓപ്ഷനായിട്ട് തിരഞ്ഞെടുക്കുന്നു, ആ പണം മോഷ്ടിക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിത്തിരിക്കുന്നു. മോനെ ബാങ്ക് മാനേജറെ, നീ വല്ല കണ്ണന്തിരിവും കാണിച്ച എൻ്റെ റൂള് ഞാൻ അങ്ങ് തെറ്റിക്കും. ഇതുവരെ ചോര വേണ്ട എന്നൊരു നിയമത്തിലാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം ഇത്രയും സെക്യൂരിറ്റീസിനെ കൊല്ലാണ്ട് മയക്കി കിടത്തിയിരിക്കുന്നത്. നീയായിട്ട് അത് തെറ്റിക്കരുത്. ഇതും പറഞ്ഞ് ലോക്കർ തുറക്കാനുള്ള പാസ്വേഡ് കണ്ടുപിടിക്കാൻ എത്ര സമയം വേണം എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഹാക്കർമാരോട്. ഹാക്കർമാരാണെങ്കിൽ 30 മിനിറ്റാണ് പറയുന്നത്. 30 മിനിറ്റിനുള്ളിൽ ഈ ഒരു പാസ്വേഡ് അവർ കറക്റ്റായിട്ട് സോർട്ട് ഔട്ട് ചെയ്യും, ലോക്കർ തുറക്കും, പൈസ എടുക്കും. പക്ഷെ ഇവർ മറന്നുപോയൊരു കാര്യമുണ്ട്. കേസി നമ്മളുടെ ബ്രീസിനെ വിളിക്കാൻ വേണ്ടി പുറത്തു പോയിരിക്കുക. അങ്ങനെ ബ്രീസിന്റെ അടുത്തെത്തി. ബ്രീസും വില്ലും കൂടെ ബ്രീസിന്റെ വിൻഡോയുടെ മേളിൽ പലക വെച്ച് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ബ്രീസ് ഏതായാലും വരുന്നില്ല, ഇങ്ങനെയും സേഫായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചാണ് വില്ല് ഇതൊക്കെ ചെയ്തു കൊടുക്കുന്നത്. ഇതൊക്കെ ചെയ്തു കൊടുത്തതിന് ശേഷം ഇവിടെ നിന്ന് പോവാന്നാണ് വില്ലിന്റെ പ്ലാൻ. അങ്ങനെ കേസി വരുന്നു, കാര്യം പറയുന്നു, അവനെ കൊണ്ടുപോകുന്നു. പോകുന്ന വഴിക്ക് ഇവരാണെങ്കിൽ ഓരോന്ന് പറഞ്ഞിട്ടൊക്കെ അടുക്കുന്നുണ്ട്. ഇതേ സമയം ലോക്കർ തുറക്കാൻ പോവുകയാണ് കോണറും സംഘവും. പക്ഷേ ഒരു രക്ഷയില്ല. ഇവർ ഇത്രയും നേരം ഹാക്ക് ചെയ്തെടുത്ത പാസ്വേഡ് പഴയ പാസ്വേഡാ. പുതിയ പാസ്വേഡ് നമ്മളുടെ കേസിക്കല്ലേ അറിയൂ. പക്ഷെ അവൾക്കറിയുന്ന കാര്യം ഇവർക്കറിയത്തൂല്ല. അതുകൊണ്ട് തന്നെ മാനേജറിനെ പിടിക്കുന്നു, അങ്ങ് വരട്ടുന്നു. അപ്പം തന്നെ പുള്ളിക്കാരൻ മണി പോലെ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേസിയാണ് പാസ്വേഡ് ചേഞ്ച് ചെയ്തതെന്ന്. പക്ഷെ ആ ഒരു പാസ്വേഡ് പുള്ളിക്കാരന് പോലും അറിയില്ല. ഈ സമയത്ത് ഹാക്കേഴ്സ് പറയാണ്, കോണർ, ഈ പാസ്വേഡ് ഹാക്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ ഏകദേശം 2 മണിക്കൂർ വേണം. നീ അപ്പോഴേക്കും കേസിയെ പിടിച്ചോണ്ട് വന്നാ ഇത്രയും സമയം വേണ്ട. ഞങ്ങളെന്തായാലും ഞങ്ങളുടെ പണിയെടുക്കാം. ഇനിയിപ്പോൾ അവളെ കിട്ടിയില്ലെങ്കിലോ? അങ്ങനെ കേസി എവിടെയെന്നൊക്കെ മാനേജറിനോട് ചോദിക്കുന്നുണ്ട്. അവൾ ജനറേറ്റർ നന്നാക്കാനുള്ള ആൾക്കാരെ തപ്പിപ്പോയിരിക്കുകയാണ്, തിരിച്ചു വരാൻ സമയമായി. ഇത് പറഞ്ഞ് നാക്കെടുത്തില്ല. അപ്പോഴേക്കും കേസിയും ബ്രീസും സ്പോട്ടിലെത്തി. അവിടുത്തെ അന്തരീക്ഷം കണ്ടിട്ട് കേസിക്കാണെങ്കിൽ പല ഡൗട്ടുകളും അടിക്കുന്നുണ്ട്. മെയിൻ ഗേറ്റിൽ തന്നെ കുറെ ബുള്ളറ്റൊക്കെയാണ് കിടക്കുന്നത്. പിന്നെ അവൾ വെറുതെ ഇരിക്കോ, ഗണ്ണുമായിട്ട് അങ്ങ് പുറത്തിറങ്ങുന്നുണ്ട്. ഇതേ സമയം ശക്തമായ മഴയും കാറ്റൊക്കെയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ വെതർ കണ്ടീഷനും നല്ല മോശമാണ്. അങ്ങനെ കേസി അകത്ത് കടന്നപാട് കോണറിന്റെ ടീം അവളുടെ ദേഹത്തോട്ട് അങ്ങ് ഗണ്ണങ്ങ് ചൂണ്ടി നിൽക്കുന്നുണ്ട്. സോ അവൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ബ്രീസ് വെറുതെ ഇരിക്കോ, വണ്ടി എടുക്കുന്നു, ഡ്രിഫ്റ്റ് ചെയ്യുന്നു, അവളെ അങ്ങ് കൊണ്ടുപോകുന്നു. ഇത് കണ്ടേക്ക് ഹാക്കേഴ്സ് ആണെങ്കിലോ സെക്യൂരിറ്റി സിസ്റ്റം അങ്ങ് ഓണാക്കുന്നു. അപ്പം തന്നെ റോഡിന്റെ അടിയിൽ നിന്ന് തൂണ് പോലുള്ള സാധനങ്ങളൊക്കെ പൊന്തി വരെ അതിൻ്റെ മേളിൽ കാറങ്ങ് ഇടിച്ചു നിൽക്കുന്നു. പിന്നെ അവരൊന്നും നോക്കിയില്ല, കാറിൽ നിന്ന് പുറത്ത് കടക്കുന്നു, രക്ഷപ്പെടുന്നു. പക്ഷെ കഷ്ടകാലത്തിന് ബ്രീസിനെ അവർ പിടിച്ചു. അത് മാത്രമല്ല, സാം എന്നൊരുത്തൻ കേസിയുടെ പിന്നാലെ പോകുന്നുണ്ട്. എന്നിട്ട് അവളുടെ നേർക്ക് വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്, അതും അഡ്വാൻസ്ഡ് വെപ്പൺസ് ഉപയോഗിച്ച്. ഇവളുടെ കയ്യിലാണെങ്കിൽ ഒരു മാട്ട പിസ്റ്റൽ മാത്രമേ ഉള്ളൂ. അത് വെച്ച് തിരിച്ചും വെടിവെക്കുന്നു. ഈ സമയത്താണ് എന്തോ ഒരു ഭാഗ്യത്തിന് അതുവഴി വില്ല് വരുന്നത്. പുള്ളിക്കാരൻ ഈ നാട്ടിൽ നിന്ന് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് ഇതൊക്കെ കാണുന്നത്. പിന്നെ അവനൊന്നും നോക്കിയില്ല, വണ്ടിയെടുക്കുന്നു, ഡ്രിഫ്റ്റ് ചെയ്യുന്നു, കേസിയെ രക്ഷിക്കുന്നു. പക്ഷെ അവർ പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് സാം അവൻ്റെ വണ്ടിയുടെ നേർക്ക് അങ്ങ് വെടിവെക്കുന്നുണ്ട്. ആ ഷൂട്ടിങ്ങിൽ അവൻ്റെ വണ്ടിയുടെ മുകളിലിരിക്കുന്ന സാറ്റലൈറ്റ് ലിങ്ക് അങ്ങ് തെറിച്ചു പോകുന്നു. അങ്ങനെ അവർ രക്ഷപ്പെട്ടു. കേസി, ബ്രീസ് എവിടെ? വിൽ, ബ്രീസിനെ അവർ പിടിച്ചു. എന്തിന്? ഇവിടുത്തെ ബാങ്കോമാർ കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ കറണ്ട് ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ട്. കറണ്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ലോക്കറിനകത്ത് കയറാൻ പറ്റുള്ളൂ. സോ ബ്രീസിനെ അവർക്ക് ആവശ്യമാണ്. അവനെ അവരൊന്നും ചെയ്യത്തില്ല. ഇതൊക്കെ കേട്ടിട്ട് വില്ലിനാണെങ്കിൽ ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഹെൽപ്പിന് ആരെങ്കിലും വിളിക്കാന്ന് വെച്ചാൽ ഇവിടെ റേഞ്ചും ഇല്ല, ഒരു കോപ്പുമില്ല. കാരണം ഈ ഒരു കാറ്റും മഴയൊക്കെ കാരണം റേഞ്ച് എന്ന് പറയുന്ന ഒരു സാധനം 7 അയലത്തൂടെ പോകുന്നില്ല. ആകെ കൂടെ ബാക്കിയുണ്ടായിരുന്ന ഈ ഒരു സാറ്റലൈറ്റ് മാത്രമാണ്. പക്ഷേ ഈ ഒരു സാറ്റലൈറ്റ് ലിങ്ക് പൊട്ടിപ്പോയതുകൊണ്ട് സാറ്റലൈറ്റ് കോൾസ് നടത്താൻ പറ്റില്ല. വിൽ, നിനക്ക് ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ ആരെങ്കിലും പരിചയമുണ്ടോ? ഇത്രയും വർഷമായിട്ട് ഈ നാട്ടിൽ മാറാത്തതായിട്ട് ഒന്നേ ഉള്ളൂ, അതാ പോലീസ് സ്റ്റേഷനാ. ഇതും പറഞ്ഞ് അവർ നേരെ അങ്ങോട്ട് പോകുന്നു. ഈ നാടാണെങ്കിൽ കാലി, ഒരാൾ പോലും ഹെൽപ്പിന് വരില്ല. ആകെക്കൂടെ ബാക്കിയുള്ളത് ഈ ഒരു പോലീസുകാർ മാത്രമാണ്. ഇതേ സമയം ബ്രീസിനകത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പോഴാണ് അവനൊരു കാഴ്ച കാണുന്നത്. ഇവന്മാരെല്ലാ സെക്യൂരിറ്റീസിനെയും ഒരു മുറിക്കകത്ത് പൂട്ടിയിട്ടിരിക്കുന്നു. ഇതേ സമയം വില്ലും കേസിയും കൂടെ സ്റ്റേഷനിലെത്തി. അപ്പോഴാണ് ഒരു കാര്യം അങ്ങ് മനസ്സിലാവുന്നത്. ഈ പോലീസുകാരാണ് യഥാർത്ഥത്തിൽ ഈ റോബറിക്ക് പിന്നിലെന്ന്. മോനെ വില്ലേ,
റിട്ടയർമെന്റ് വരെ ഈ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് നരകിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാ ഞങ്ങൾ. തൊട്ടടുത്ത ബാങ്കിലാണെങ്കിൽ നശിപ്പിക്കാൻ വേണ്ടി ഇത്രയും പൈസ കൊണ്ടുവരുന്നു. അതടിച്ചു മാറ്റുന്നതിൽ ഒരു തെറ്റുമില്ല എന്നും പറഞ്ഞ് ഗണ്ണും ചൂണ്ടി അങ്ങ് നിൽക്കുന്നുണ്ട്. എന്നിട്ട് കേസിയോട് ഗണ്ണ് താഴെ ഇടാൻ പറയുന്നു. അത് മാത്രമല്ല, ഈ പോലീസുകാരുടെ ഹെഡായ ജിമ്മി കോണറിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. അപ്പോഴാണ് കോണറും ഇതിലുണ്ട് എന്നുള്ളത് കേസിക്ക് മനസ്സിലാവുന്നത്. ജിമ്മി, എനിക്ക് അവളെ ജീവനോടെ വേണം. അവളെ പിക്ക് ചെയ്യാനായിട്ട് ഒരു വണ്ടി ഞാൻ പറഞ്ഞയക്കുന്നുണ്ട്. ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഗ്യാപ്പിലാണ് കേസി ഗണ്ണെടുക്കുന്നതും അങ്ങ് രക്ഷപ്പെടാൻ നോക്കുന്നതും. അങ്ങനെ ഒരു വിധത്തിൽ ഇവർ വണ്ടിയിൽ കയറുന്നു, രക്ഷപ്പെടുന്നു. ആ ഒരു കറക്റ്റ് സമയത്താണ് കോണർ പറഞ്ഞയച്ച വണ്ടി അങ്ങോട്ട് വരുന്നത്. പിന്നെ പറയണ്ടല്ലോ, ഡ്രൈവറും ജിമ്മിയും കൂടെ അവരെ ചേസ് ചെയ്യുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെടിവെക്കുന്നുണ്ട്. പിന്നെ നമ്മളുടെ വില്ലിന്റെ വണ്ടിയെക്കുറിച്ച് ഞാൻ പറയണ്ടല്ലോ, ഒരൊറ്റ ബുള്ളറ്റ് പോലും അതിന്റെ മേളിൽ കൊള്ളുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വില്ലിനൊരു ബുദ്ധി തോന്നുന്നത്. അവൻ കേസിയോട് സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുന്നു. എന്നിട്ട് വണ്ടി അങ്ങ് ബ്രേക്ക് ഇട്ട് നിർത്തുന്നു. ശേഷം കൊടുങ്കാറ്റിപ്പെട്ട് പറന്നു പോകാണ്ടിരിക്കാനുള്ള ഹുക്ക് അങ്ങ് ഓണാക്കുന്നു. ഇവര് പെട്ടെന്ന് ബ്രേക്ക് ഇട്ട കാരണം പുറകെ വരുന്ന ജിമ്മിയുടെ വണ്ടി ഇവരുടെ ബാക്കിലിടിക്കുന്നു, അങ്ങ് മറിയുന്നു. വില്ലി ഒരു ഹുക്ക് ഇട്ടുവെച്ച കാരണം വില്ലിന്റെ വണ്ടി ഒന്ന് അനങ്ങുന്നു പോലുമില്ല. അതുകൊണ്ട് തൽക്കാലത്തിന് ഇവര് രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല, അവരുടെ തോക്ക്, വോക്കി ടോക്കി ഇതെല്ലാം കേസി എടുക്കുന്നുണ്ട്. ശേഷം അവിടുന്ന് സ്ഥലം വിടുന്നു. ഇതേ സമയം ബ്രീസ് ആണെങ്കിൽ ജനറേറ്റർ നന്നാക്കാണ്ട് തൊട്ടടുത്തുള്ള ഡോർ തുറന്ന് രക്ഷപ്പെടാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്താണ് കോണർ അങ്ങോട്ട് വരുന്നത്. അവന്റെ സൗണ്ട് കേട്ടപാട് ബ്രീസ് അങ്ങ് തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവന്റെ ഓവറാക്കൽ കണ്ടിട്ട് കോണർ പറയാണ്, ഇത്രയും നേരം ചോര വേണ്ടാന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ പൊക്കോണ്ടിരിക്കുന്നത്. അത് നീയായിട്ട് തെറ്റിക്കരുത്, അതുകൊണ്ട് പണിയെടുക്കാൻ നോക്ക് എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കാരൻ പോകുന്നു. എന്നാൽ ഈ ബ്രീസ് ആണെങ്കിൽ അപ്പം തന്നെ ഡോറ് പിന്നെയും തുറക്കാൻ നോക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കേസി ഒരു കാര്യം പറയുന്നത്. വിൽ, ഞാൻ ബാങ്കിലുള്ളപ്പോൾ സിഗ്നലില്ല. എന്നാൽ ആ ബാങ്കിലിരുന്ന ഏജന്റുമാർ അവരുടെ ലാപ്ടോപ്പൊക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു. റേഞ്ചും ഇല്ല, ഇന്റർനെറ്റും ഇല്ല, ഒരു തേങ്ങയില്ല. പിന്നെ അവർക്ക് മാത്രം എങ്ങനെയാണ് അത് യൂസ് ചെയ്യാൻ പറ്റുന്നത്? അവർക്ക് മാത്രമായിട്ടൊരു ഡെഡിക്കേറ്റഡ് ലൈൻ അവർ തയ്യാറാക്കിയിട്ടുണ്ടാവും. ഇപ്പം എൻ്റെ വണ്ടിക്ക് സാറ്റലൈറ്റ് ലിങ്ക് ഉള്ള പോലെ അവർക്കും ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ഒരു ലിങ്ക്. പക്ഷെ അവർക്ക് ഈ റേഞ്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ടവറിന്റെ മുകളിലായിരിക്കണം അവരുടെ ലിങ്ക്. ആ ലിങ്ക് കണ്ടെത്താൻ എൻ്റെ കയ്യിലൊരു വഴിയുണ്ട്. ഈ നാട്ടിൽ ടോട്ടൽ 3 സെൽഫോൺ ടവേഴ്സ് ഉണ്ട്. എൻ്റെ വണ്ടി യൂസ് ചെയ്ത് 3 ടവറിൻ്റെ അടുത്തൂടെ നമ്മൾ പോവും. ഏത് ടവറിൻ്റെ അടിയിൽ വരുമ്പോഴാണ് എൻ്റെ കാറിന് സിഗ്നൽ കിട്ടുന്നത്, അതേ ടവറിലായിരിക്കും അവരുടെ ലിങ്ക്. അത് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കില്ല, അവർക്ക് ലോക്കർ തുറക്കാനും പറ്റില്ല. അങ്ങനെ ഇവർ നേരെ ടവർ തപ്പിപ്പോകുന്നു. ഇതേ സമയം വണ്ടിയടിച്ചവരെ പിക്ക് ചെയ്യാൻ വേണ്ടി വരികയാണ് കോണറും ടീമും. അങ്ങനെ ഡ്രൈവറിനെയും ജിമ്മിനെയും കോണർ അങ്ങ് കൊണ്ടുപോകുന്നുണ്ട്. ഇതിൽ ഈ ഡ്രൈവർ ഉണ്ടല്ലോ, അവൻ നമ്മളുടെ സാമിൻ്റെ ബ്രദറാണ്. ഇതിൻ്റെ ഇടയിൽ കേസിയും വില്ലും കൂടെ ടവർ കണ്ടുപിടിക്കുന്നുണ്ട്. അതുമാത്രമല്ല, വണ്ടിയുടെ മേളിലുള്ള വിഞ്ച് എടുക്കുന്നു, അതുമായിട്ട് ടവറിൻ്റെ മേളിൽ കയറുന്നു. ശേഷം ഈ വിഞ്ച് അഥവാ ഈ കേബിള് ആ ടവറിൻ്റെ മേളിലങ്ങ് കണക്ട് ചെയ്യുന്നുണ്ട്. ഈ ടവർ നശിപ്പിക്കലാണ് അവരുടെ ലക്ഷ്യം. പക്ഷേ ഈ ഒരു കറക്റ്റ് സമയത്താണ് കഷ്ടകാലത്തിന് കാറ്റഗറി 4ൽ പെടുന്ന ഒരു കൊടുങ്കാറ്റങ്ങ് ആഞ്ഞടിക്കുന്നത്. അതും നമ്മളുടെ വില്ലിന്റെ നേർക്ക്. കുറെ സാധനങ്ങൾ ഇങ്ങനെ പറന്നു വരുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു പോവുകയാണ് വില്ല്. പക്ഷെ എത്രയെന്ന് വെച്ചിട്ടാ ഇവൻ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുക? കഷ്ടകാലത്തിന് ഒരു സാധനം വരുന്നു, ആ ടവറിന്റെ മേളിലങ്ങ് ആഞ്ഞടിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, വില്ലങ്ങ് കൈ വിടുന്നുണ്ട്. പക്ഷെ എന്തോ ഒരു ഭാഗ്യത്തിന് അതിൽ കണക്ട് ചെയ്ത് വെച്ച ഒരു കേബിൾ ഉണ്ടല്ലോ, അതിൻ്റെ മേളിലങ്ങ് പിടിക്കുന്നുണ്ട് വില്ല്. അതിൽ പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പാണ് അവൻ പറന്നു പോവും, മരിക്കുകയും ചെയ്യും. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നുപോയി. ഈ ടവർ ഏതാന്ന് ഞാൻ പറയണ്ടല്ലോ, സിനിമയുടെ തുടക്കത്തിൽ നമ്മളുടെ വില്ലന്മാരൊക്കെ ചേർന്ന് ഒരു ടവറിന്റെ മേളിൽ ഒരു സാധനം വെച്ച് പിടിപ്പിച്ചിരുന്നല്ലോ, ആ ഒരു സെയിം ടവർ തന്നെയാണ് ഈ ടവറും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കോണറും ടീമും അതുവഴി അങ്ങ് പാസ് ചെയ്യുന്നത്. ഇത് കണ്ടേക്ക് വില്ലാണെങ്കിൽ അപ്പം തന്നെ ലൈറ്റ് ഓഫ് ചെയ്യാൻ പറയുന്നുണ്ട് കാറിൻ്റെ. അങ്ങനെ കേസി പോകുന്നു, ലൈറ്റ് ഓഫ് ചെയ്യുന്നു. എന്നാൽ ഈ വണ്ടിയുടെ കൺട്രോള് നമ്മളുടെ കേസിക്ക് അറിയില്ല. അവൾ ഏതൊക്കെയോ സ്വിച്ച് പിടിച്ച് അമർത്തുന്നുണ്ട്. അപ്പം തന്നെ ഇല്ലാത്ത ലൈറ്റുകളൊക്കെ അങ്ങ് കത്തി തുടങ്ങുന്നു. ചുരുക്കി പറഞ്ഞാൽ അവിടെ ഒരു പള്ളിപ്പെരുന്നാളാണ്. ഇതാണെങ്കിൽ കോണറും ടീം അങ്ങ് കാണുന്നു. പിന്നെ പറയണ്ടല്ലോ, ഇവന്മാർ വണ്ടി തിരിക്കുന്നു, നേരെ അങ്ങോട്ട് വരുന്നു. വരികയെന്ന് മാത്രമല്ല, അവരങ്ങ് ഷൂട്ട് ചെയ്യുന്നു. ഇത് കണ്ടേക്ക് കേസി ആണെങ്കിൽ ഗണ്ണെടുക്കുന്നുണ്ട്, അങ്ങ് ഷൂട്ട് ചെയ്യാനും ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ ഇവരുടെ നേർക്ക് കോണറിന്റെ വണ്ടി മാത്രമല്ല വരുന്നത്, നമ്മളുടെ സാക്കിയുടെ വണ്ടി കൂടെ വരുന്നുണ്ട്. അതായത് കോണറിന്റെ ഗേൾഫ്രണ്ട്. പക്ഷെ പേടിക്കാനൊന്നുമില്ല, നമ്മളുടെ കേസി സാക്കി അങ്ങ് തീർക്കുന്നുണ്ട്. അതും ആ വണ്ടി ഓടുക്കാൻ അങ്ങ് പൊട്ടിത്തെറിപ്പിക്കേ. ഇതൊക്കെ കണ്ടിട്ട് കോണറാണെങ്കിൽ ആകെ ഭ്രാന്ത് പിടിച്ചിട്ടിരിക്കുന്നുണ്ട്. അവൻ്റെ ഗേൾ ഫ്രണ്ടിനെയാണ് കേസി കൊന്നിരിക്കുന്നത്. അങ്ങനെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയിൽ ബാങ്കിലുള്ള ഹാക്കർമാരാണെങ്കിൽ പാസ്വേഡ് ഹാക്ക് ചെയ്ത് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഓരോ നമ്പേഴ്സായിട്ട് അവർ കണ്ടുപിടിക്കുന്നു. അതിൻ്റെ ഒരു അർമാദത്തിലാണ് എല്ലാവരും. അങ്ങനെ വില്ല് കേബിൾ അങ്ങ് കണക്ട് ചെയ്യുന്നു.
കേസി ആണെങ്കിൽ വണ്ടി പുറകിലോട്ട് എടുക്കുന്നുണ്ട്. മെല്ലെ മെല്ലെ ആ ടവർ ഇങ്ങനെ തകർന്നു വന്നുകൊണ്ടിരിക്കേ. എന്നാൽ ഈ വണ്ടി ഒരു സൈഡിൽ ഉറച്ചു നിൽക്കാത്തതുകൊണ്ട് ഇത് പൊളിക്കാൻ പറ്റുന്നില്ല. ഈ സമയത്ത് വില്ല് ഹുക്കിടാൻ പറയുന്നു. ഹുക്കിട്ടാ പിന്നെ വണ്ടി അനങ്ങത്തില്ലല്ലോ. സോ ആ ഹുക്കിന്റെ ശക്തിയിൽ ആ ടവർ അങ്ങ് നശിപ്പിക്കുന്നുണ്ട് കേസി. സോ ഹാക്കിംഗ് ഇനിയില്ല. അങ്ങനെ വില്ല് കേസിയുടെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇവർക്ക് ഈ വണ്ടിയുമായിട്ട് പോകാൻ പറ്റില്ല. കാരണം ഈ വണ്ടിയുടെ കേബിള് ആ ടവറിൻ്റെ മേളിൽ ഇപ്പോഴും കണക്ട് ചെയ്ത് വെച്ചിരിക്കുക. അതൊന്ന് എടുത്തു മാറ്റാനായിട്ട് കുറച്ച് സമയം വേണം. സോ ആ ജോലി കേസി ഏൽപ്പിക്കുന്നു. എന്നിട്ട് അവന്മാരുടെ കാര്യം വില്ലങ്ങ് ഏറ്റെടുക്കുന്നുണ്ട്. ഇവൻ തൊട്ടടുത്തുള്ള ഗ്യാരേജിലോട്ട് പോകുന്നു. അവിടെയുള്ള വണ്ടികളുടെ റിമ്മ് അങ്ങ് എടുക്കുന്നു. എന്നിട്ട് കാറ്റിൻ്റെ ദിശയിലോട്ട് അങ്ങ് എറിയുന്നുണ്ട്. അത്രയും ഫോഴ്സിലുള്ള കാറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ റിമ്മുകളൊക്കെ വില്ലന്മാരുടെ നേർക്കാണ് പൊക്കോണ്ടിരിക്കുന്നത്. സോ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇതിൻ്റെ ഇടയിൽ ഒരു റിമ്മാണെങ്കിൽ സാമിൻ്റെ ബ്രദറിൻ്റെ ദേഹത്ത് അങ്ങ് കൊള്ളുന്നുണ്ട്. അതൊക്കെ നെഞ്ചത്തോട്ട് കുത്തിക്കയറാന്ന് പറഞ്ഞാൽ ബാക്കി ഞാൻ പറയണ്ടല്ലോ. അങ്ങേര് മരിച്ചു. ഈ ഒരു ഗ്യാപ്പിൽ കേസി ആണെങ്കിൽ കേബിൾ ഊരുന്നു. വില്ലുമായിട്ട് രക്ഷപ്പെടുന്നു. ഇതിൻ്റെ ഇടയിലാണ് നമ്മളുടെ ബ്രീസ് മറ്റേ വാതിൽ അങ്ങ് തുറക്കുന്നത്. തുറക്കാന്ന് മാത്രമല്ല അവിടെയുള്ള സെക്യൂരിറ്റി ടീമിനെ അങ്ങ് തുറന്നു വിടാൻ നോക്കുന്നുണ്ട്. പക്ഷേ സംഭവം പാളിപ്പോയി. ഇതെല്ലാം സെക്യൂരിറ്റി ക്യാമറ വഴി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹാക്കേഴ്സ്. പിന്നെ അവർ വെറുതെ ഇരിക്കുമോ? ഈ ടീംസ് കിടക്കുന്ന റൂമിൻ്റെ വാതിലിൻ്റെ മുകളിൽ ഫുൾ അങ്ങ് ഷോക്ക് അടിപ്പിക്കുകയാണ് ഇവരുടെ സെക്യൂരിറ്റി സിസ്റ്റം ഉപയോഗിച്ച്. ബ്രീസ് ആണെങ്കിൽ ഷോക്ക് അടിച്ച് അവിടെ കിടന്ന് പെടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അതും പാളി. അങ്ങനെ കേസിയും വില്ലും ഒരു സേഫ് പ്ലേസിൽ എത്തിയിട്ടുണ്ട്. അവിടെ വെച്ച് വില്ല് ചോദിക്കുകയാണ്, അത് നിങ്ങളുടെ പൈസയൊന്നുമില്ലല്ലോ. സോ പോയിട്ട് ആ പാസ്വേഡ് അടിച്ചു കൊടുക്ക്. എന്നിട്ട് ബ്രീസിനെ രക്ഷിക്കാൻ നോക്കാം. എൻ്റെ പൊന്നു വില്ലേ, നീ വിചാരിക്കുന്ന പോലെയല്ല. എന്നെയും നിന്നെയും ബ്രീസിനൊക്കെ അവർ ജീവനോടെ വെച്ചിരിക്കുന്നത് ആ പാസ്വേഡ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ്. ഞാനത് പറഞ്ഞു കൊടുക്കുന്ന നിമിഷം നമ്മളെല്ലാവരും ഈ ക്രൈമിന് സാക്ഷികളായിട്ട് മാറി. അതുകൊണ്ട് തന്നെ ആ കോണർ നമ്മളെ കൊന്നിരിക്കും. ഇത് കേട്ടേക്ക് കേസിയെ ഒരു മാളിൻ്റെ അകത്തോട്ട് വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് വില്ല്. ഇതേ സമയം കോണറാണെങ്കിൽ ബാങ്കിൻ്റെ അകത്തോട്ട് എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് അവൻ സാമിനോട് പറയുന്നത് അവൻ്റെ ബ്രദറിൻ്റെ മരണവാർത്തയാണ്. ഇതൊക്കെ കേട്ടാൽ പിന്നെ അവൻ വെറുതെ ഇരിക്കുമോ? കേസിയെയും വില്ലിനെയും കൊല്ലാൻ വേണ്ടി അങ്ങ് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് സാം. സാക്യും നിന്റെ ബ്രദറും മരിച്ച് ഈ പൈസക്ക് വേണ്ടിയിട്ടാ. അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ഈ പൈസ നമ്മൾ എടുത്തിരിക്കണം. ഇല്ലെങ്കിൽ അവരുടെ മരണം വെറുതെയായി പോവും. ഇതൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴാണ് അങ്ങോട്ട് നമ്മളുടെ പോലീസുകാർ വരുന്നത്. വരാമെന്ന് മാത്രമല്ല ഇവർക്ക് നേരെ തോക്കങ്ങ് ചൂണ്ടി നിൽക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഈ വക കാര്യങ്ങളൊക്കെ ജിമ്മി നോക്കിക്കോളാന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? ചതി. ഒരു പ്ലാനിൻ്റെ ഇടയിൽ കൂടെ വേറൊരു പ്ലാന്. എൻ്റെ പൊന്ന് കോണറെ, ഇത്രയും കാലം ഞാനിതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാ. ജസ്റ്റ് ഒരു കൊടുങ്കാറ്റ് കിട്ടിയാൽ ഞാനതിന് ഇറങ്ങി തിരിക്കാൻ വേണ്ടി നിന്നു. അങ്ങനെ കൊടുങ്കാറ്റ് വന്നു. ഞാൻ കാര്യങ്ങളൊക്കെ നിന്നെ ഏൽപ്പിച്ചു. പക്ഷെ ഒരു പെണ്ണിൻ്റെ മുമ്പിൽ നീ തോറ്റ് നിൽക്കുകയാണ്. അതുകൊണ്ട് നീ അങ്ങ് നിർത്തിയേക്ക്. ഇത് കേട്ടേക്ക് കോണറാണെങ്കിൽ ഗണ്ണെടുക്കുന്നു. നമ്മളുടെ ജിമ്മിയെ അങ്ങ് തീർക്കുന്നു. എന്നിട്ട് ബാക്കിയുള്ള പോലീസുകാരോട് പറയാണ്, നിങ്ങൾ എൻ്റെ കൂടെ നിന്നാ ബോണസായിട്ടൊരു 20 മില്യൺ കൂടെ ഞാൻ അങ്ങ് തരും. നിങ്ങൾക്ക് ഓക്കെ ആണോ? അതോ അല്ലേ? ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങളെ അങ്ങ് കൊന്നുകളയും. ഇത് കേട്ടേക്ക് പോലീസുകാരാണെങ്കിൽ ഇവൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും 20 മില്യൺ കൂടുതലാണ് ഇവൻ കൊടുക്കുന്നത്. സോ അവൻ്റെ കൂടെ അങ്ങ് നിൽക്കുന്നു. ഇതേ സമയം കേസിയും വില്ലും കൂടെ മോളിലെത്തിയിട്ടുണ്ട്. ഈ മോളിൻ്റെ പ്രദേശത്തോട്ടാണെങ്കിൽ കൊടുങ്കാറ്റ് നല്ലവണ്ണം വീശി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇങ്ങോട്ട് എന്തിനാണ് വന്നതെന്നൊക്കെ ചോദിച്ചാൽ അതിനെക്കുറിച്ച് നമുക്ക് വഴിയേ പറയാം. അങ്ങനെ മോളിലെത്തുന്നു. വോക്കി ടോക്കി വഴി കോണറിനെ വിളിക്കുന്നു. കോണർ, ആ ലോക്കർ ഞാൻ തുറന്നു തരാം. പക്ഷെ അതിനു മുമ്പായി നീ പിടിച്ചു വെച്ചിട്ടുള്ള ഹോസ്റ്റേജസിനെ നീ വിട്ടേക്കണം. ഈ ഡീലിന് ഞാൻ ഓക്കെയാണ്. പക്ഷെ എല്ലാ ഹോസ്റ്റേജസിനെയും വിടാന്ന് പറഞ്ഞാൽ അത് നടക്കത്തില്ല. ഏതെങ്കിലും 2 പേര്. ഓക്കെ, ബ്രീസിനെയും മാനേജറിനെയും നീ വെറുതെ വിടണം. ഞാനിപ്പോൾ മുകളിലുണ്ട്, നീ ഇങ്ങോട്ട് വാ. ഇത് കേട്ടേക്ക് മുകളിലോട്ട് ആളെ വിടുകയാണ് കോണർ. ആ ഒരു സെയിം ടൈമിൽ തന്നെ മുകളിലിരിക്കുന്ന സേഫ്റ്റി ഹാർനസ് എടുക്കുന്നു, അങ്ങ് ധരിക്കുന്നു. കാരണം നമ്മളുടെ വില്ലിൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, പ്രഷർ ഇൻവേർഷൻ. അതിനെക്കുറിച്ചൊന്നും ഞാൻ ഇപ്പം തന്നെ പറയുന്നില്ല, നിങ്ങളായിട്ട് തന്നെ കണ്ടറിഞ്ഞു. അങ്ങനെ മുകളിലിരിക്കുന്ന ഒരു ഫ്ലയർ ഗൺ അങ്ങ് എടുക്കുന്നുണ്ട് കേസി. ഈ സമയത്താണ് അങ്ങോട്ട് കോണർ വിട്ട പോലീസുകാർ വരുന്നത് വിത്ത് ബ്രീസ്. പക്ഷെ നമ്മളുടെ മാനേജർ കൂടെയില്ല. പോലീസുകാരാണെങ്കിൽ പല സൈഡിലൂടെ വന്ന് വളഞ്ഞിരിക്കുകയാണ് ഇവരെ. പക്ഷെ അതൊന്നും കേസിക്കും വില്ലിനും ഒരു പ്രശ്നമേ അല്ല. വില്ല് ബ്രീസിന് നൈസായിട്ടൊരു സിഗ്നൽ കൊടുക്കുന്നു. എന്നിട്ട് അവൻ്റെ വാച്ചിലോട്ട് അങ്ങ് നോക്കുന്നുണ്ട്. അവൻ്റെ വാച്ച് നോക്കിയാൽ അറിയാം കൊടുങ്കാറ്റ് തൊട്ടടുത്തെത്തിയോ ഇല്ലേന്ന്. അങ്ങനെ കാറ്റ് തൊട്ടടുത്തെത്തി. അപ്പം തന്നെ കേസിക്ക് സിഗ്നൽ കൊടുക്കുന്നു. ആ ഫ്ലെയർ ഗൺ അങ്ങ് പൊട്ടിക്കുന്നു. അതും ആ മാളിലുള്ള ചില്ലിൻ്റെ മുകളിലോട്ട്. പിന്നെ പറയണ്ടല്ലോ, പുറത്ത് വീശുന്ന കാറ്റ് അകത്തുള്ള ആൾക്കാരെ മുകളിലോട്ട് അങ്ങ് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ നമ്മളുടെ പിള്ളേർക്കാണെങ്കിൽ സേഫ്റ്റി ഹാർനസ് ഉണ്ട്, അതുകൊണ്ട് സേഫാ. മുകളിലോട്ട് പൊന്തി പോകുന്നുണ്ടെങ്കിലും ഈ ഒരു സേഫ്റ്റി ഹാർനസ് അവരെ സുരക്ഷിതാക്കി നിർത്തുന്നുണ്ട്. പക്ഷെ പോലീസുകാരാണെങ്കിൽ മുകളിലൂടെ പറന്നു പൊക്കോണ്ടിരിക്കുക. അവരുടെ കാര്യത്തിലൊരു തീരുമാനമായി. ഇതേ സമയം നമ്മളുടെ ബ്രീസ് ആണെങ്കിൽ നേരത്തെ സിഗ്നൽ കിട്ടിയോണ്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു.
ഈ ഒരു കറക്റ്റ് സമയത്താണ് തൊട്ടടുത്തുള്ള ബിൽഡിങ്ങുകളൊക്കെ പൊളിഞ്ഞ് അതിൻ്റെ അവശിഷ്ടങ്ങൾ വില്ലിനും കേസിക്കും നേർക്കും വരുന്നത്. പിന്നെ പറയണ്ടല്ലോ, അവരോടി ഈ ബിൽഡിങ്ങിൻ്റെ മേളിൽ നിന്ന് അങ്ങ് താഴോട്ട് ചാടുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഈ ഒരു സേഫ്റ്റി ഹാർനസ് ഉള്ളതുകൊണ്ട് അവർ രക്ഷപ്പെട്ടു. അങ്ങനെ വണ്ടി എടുക്കുന്നു, നേരെ ബ്രീസിൻ്റെ സ്ഥലത്തോട്ട് പോകുന്നു. പക്ഷെ ബ്രീസ് ആണെങ്കിൽ അവിടെ എത്തിയിട്ടില്ല. അങ്ങനെ വില്ല് പറയാണ്, കുറച്ച് നേരം കൂടെ കഴിഞ്ഞാൽ ഈ കൊടുങ്കാറ്റ് നിൽക്കും. പിന്നെ കുറച്ച് നേരത്തേക്ക് വെയിലാണ് ഉണ്ടാവുക. ആ വെയിലിന് പറയുന്ന പേരാണ് ഐ ഓഫ് സ്റ്റോം, കൊടുങ്കാറ്റിൻ്റെ കണ്ണ്. ആ കണ്ണിലൂടെ ഭയങ്കര വെളിച്ചം വരാൻ തുടങ്ങും. എന്നാൽ ആ വെളിച്ചം ഡേഞ്ചറാ. ആ വെളിച്ചത്തിൻ്റെ ചുറ്റും ഒരു സർക്കിൾ പോലെ പല കൊടുങ്കാറ്റ് യോജിച്ചുകൊണ്ടിരിക്കും. അതിനകത്തുനിന്ന് ശക്തമായി മിന്നലിടിവെട്ടും ഉണ്ടാവും. അത് നമ്മളുടെ നേർക്ക് വന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. എന്തേലും ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിന് മുമ്പ് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ മരണം ഉറപ്പാ. വിൽ, എൻ്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്, കാർ ബോംബ്. അവരിങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് കയറി അറ്റാക്ക് ചെയ്യുന്നു. ഞാനിപ്പോൾ പറഞ്ഞ ഈ കാർ ബോംബ് ഉണ്ടല്ലോ, അതുണ്ടാക്കാനായിട്ട് അമോണിയ, ഫെർട്ടിലൈസർ അങ്ങനെയുള്ള ചീപ്പ് സാധനങ്ങൾ മതി. ചുരുക്കി പറഞ്ഞാൽ ഒരു ഗാർഡൻ സ്റ്റോറിൽ കിട്ടുന്ന സാധനങ്ങൾ. പക്ഷെ ഇവള് പറയുന്ന ഈ ഒരു കാർ ബോംബ് ഉണ്ടാക്കാനായിട്ട് ഒരു കാർ വേണമല്ലോ, അതെവിടെ ചെന്ന് കണ്ടുപിടിക്കും എന്നാണ് വില്ല് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേട്ടേക്ക് കേസി അവൻ്റെ വണ്ടിയുടെ മുകളിലോട്ട് അങ്ങ് നോക്കുന്നുണ്ട്. എന്തോ എങ്ങനെ? നടക്കില്ല മോളെ, ഒരിക്കലും നടക്കത്തില്ല. പക്ഷെ ഇവൻ എന്തൊക്കെ പറഞ്ഞിട്ടും യാതൊരു കാര്യമില്ല. അവൾ ഉറപ്പിച്ചിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അങ്ങനെ ഗാർഡൻ സ്റ്റോറിലോട്ട് പോകുന്നു, ബോംബിനുള്ള സാധനങ്ങൾ ഒപ്പിക്കുകയും ചെയ്യുന്നു. ഈ ഒരു കറക്റ്റ് ടൈമിലാണ് ഗണ്ണും പിടിച്ച് സാമും ടീമും അങ്ങോട്ട് വരുന്നത്. ഇവർക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് യാതൊരു ഐഡിയ ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊടുങ്കാറ്റ് കൂടാണ്ട് സുനാമി അങ്ങ് വരുന്നത്. ഇതിൻ്റെ കൂടെ ഒരു കുറവുണ്ടായിരുന്നുള്ളൂ. അങ്ങനെയൊരു ഒഴുക്കിപ്പെട്ട് എല്ലാവരും പല ദിശയിലോട്ട് അങ്ങ് പൊക്കോണ്ടിരിക്കുക. വില്ലാണെങ്കിൽ ഏതോ ഒരു വഴിക്ക്, കേസി ആണേലോ മറ്റേതോ ഒരു വഴിക്ക്. അങ്ങനെ നമ്മളുടെ വില്ല് ഒരു വിധത്തിൽ എന്തിൻ്റെയോ മേളിൽ പിടിച്ച് കയറുന്നുണ്ട്. ഇതിപ്പോൾ എന്താ സാധനം എന്ന് പറഞ്ഞിട്ട് നോക്കുമ്പോഴാണ് അതവൻ്റെ കാറാന്ന് മനസ്സിലാവുന്നത്. എവിടെ പോയാലും ഈ ഒരു കാറ് അവനെ രക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതൊക്കെ കാണുമ്പോൾ വില്ലാണെങ്കിൽ ഒടുക്കത്തെ ഹാപ്പി. പക്ഷെ ഇതേ സമയം നമ്മളുടെ കേസി ആണേലോ നേരെ ചെന്ന് പെടുന്നത് കോണറിൻ്റെ അടുത്തോട്ടാ. തേടിയ വെള്ളി കാലി ചുറ്റി എന്ന് പറയുന്ന പോലെ കോണർ അവളെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഇതിൻ്റെ ഇടയിൽ വില്ലാണെങ്കിൽ ആകെ തണുത്ത് വിറച്ചാണ് ഇരിക്കുന്നത്. അങ്ങനെ ഈ ഒരു കറക്റ്റ് ടൈമിലാണ് അങ്ങോട്ട് നമ്മളുടെ ബ്രീസ് വരുന്നത്, അതും ബോട്ടുമായിട്ട്. അങ്ങനെ അവൻ വരുന്നു, ഇവനെ അങ്ങ് രക്ഷിച്ചുകൊണ്ട് പോകുന്നു. അങ്ങനെ കേസിയും കൊണ്ട് കോണർ ബാങ്കിലെത്തി. എന്തൊക്കെ പറഞ്ഞിട്ടും കേസി ആണെങ്കിൽ ലോക്കർ തുറക്കാൻ തയ്യാറാവുന്നില്ല. ഇതൊക്കെ കണ്ട് ഭ്രാന്തെടുക്കുന്നുണ്ട് കോണറിന്. സോ നമ്മളുടെ മാനേജറിനെ പിടിക്കുന്നു, നോട്ടൊക്കെ നശിപ്പിച്ച് കളയുന്ന മെഷീൻ്റെ അകത്തോട്ടങ്ങ് ഇടാൻ പോകുന്നു. ചുരുക്കി പറഞ്ഞാൽ അവനെ കഷ്ണങ്ങളാക്കാൻ പോകുന്നു. തൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെയുള്ള ഒരു ഘട്ടം വരുമ്പോൾ കേസി പിന്നെ വെറുതെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. ഒളിപ്പിച്ചു വെച്ച ഒരു ടാബ്ലറ്റ് അങ്ങ് എടുത്തു കൊടുക്കുന്നു, ആ ലോക്കറും അങ്ങ് തുറന്നു കൊടുക്കുന്നു. പക്ഷെ എന്നിട്ടും നമ്മളുടെ മാനേജറിനെ കോണർ അങ്ങ് കൊല്ലുന്നു. കാരണം കേസ് ഇത്രയും നേരം ഇവനെ ഇട്ട് നടത്തിച്ചതാ. അതുകൊണ്ട് തന്നെ അവൾക്കുള്ള ശിക്ഷയായി മാനേജറിനെ അങ്ങ് കൊല്ലുന്നു. അതുമാത്രമല്ല, അവളെ പിടിച്ചു വെച്ച് ടോർച്ചർ ചെയ്യാനാണ് കോണറിൻ്റെ പ്ലാൻ. സോ അവളെ കൊല്ലുന്നില്ല. ഇതേ സമയം ബ്രീസും വില്ലും ആണെങ്കിൽ ബ്രീസിൻ്റെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ശേഷം ബ്രീസ് ഒരു അലമാര അങ്ങ് തുറക്കുന്നു. അതിനകത്താണെങ്കിൽ ഒരു ലോഡ് ഗണ്ണ. കാരണം നമ്മളുടെ ബ്രീസ് പണ്ട് പട്ടാളത്തിലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അങ്ങോട്ട് വലിയൊരു വെളിച്ചം വരുന്നത്. ഈ ഒരു വെളിച്ചം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ദി ഐ ഓഫ് സ്റ്റോം, കൊടുങ്കാറ്റിൻ്റെ കണ്ണ്. അതെങ്ങാനും വന്നു കഴിഞ്ഞാൽ സാധാ കൊടുങ്കാറ്റിനേക്കാളും ഇരട്ടിയാണ് ഡേഞ്ചർ. അങ്ങനെ വില്ല് പറയാണ്, ഇനി അങ്ങോട്ടുള്ള 40 മൈൽ റേഡിയസിൽ ഈ ഒരു വെളിച്ചം ഉണ്ടാവും. ആ വെളിച്ചത്തിൻ്റെ പിന്നാലെ വലിയൊരു കൊടുങ്കാറ്റും, അതും ശക്തമായ ഇടിയും മിന്നലുള്ള കൊടുങ്കാറ്റ്. അങ്ങനെ ഇവർ അലമാര തുറക്കുന്നു, ഗണ്ണെടുക്കുന്നു, ശേഷം ബാങ്ക് വാച്ച് ചെയ്യുന്നു. ഇതേ സമയം പൈസയും കൊണ്ട് 3 ട്രക്കിലായിട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കോണറും ടീമും. അതിനകത്താണെങ്കിൽ നമ്മളുടെ കേസിയുണ്ട്. കേസിയും കൂടെ പിടിച്ചുകൊണ്ട് പൊക്കോണ്ടിരിക്കുകയാണ് കോണർ. പക്ഷെ ഇവന്മാരേതൊക്കെ വഴി കൂടെ പോയാലും ബ്രീസും വില്ലും അവന്മാരെ കണ്ടുപിടിക്കും. കാരണം ഇത് അവരുടെ നാടാ. അവർക്കറിയാത്ത ഷോർട്ട് കട്ട്സ് ഈ നാട്ടിലില്ല. അങ്ങനെ ഇവർ ട്രക്കിനെ ഫോളോ ചെയ്ത് പൊക്കോണ്ടിരിക്കുമ്പോഴാണ് നമ്മളുടെ വില്ല് പണ്ട് ബ്രീസിനെ ബ്ലെയിം ചെയ്തതിനൊക്കെ സോറി പറയുന്നത്. അങ്ങനെ ഇവർ ഈ ട്രക്കുകളുടെ പിന്നിലെത്തി. ഏറ്റവും പിന്നിലത്തെ ട്രക്കിൽ നമ്മളുടെ ഹാക്കേഴ്സാ. ഇവരാണെങ്കിൽ വണ്ടിയിലിരുന്ന് പ്രേമിച്ചുകൊണ്ടിരിക്കുകയെ. ഈ ഒരു കറക്റ്റ് ടൈമിൽ നമ്മളുടെ പിള്ളേരാണെങ്കിൽ തൊട്ട് പുറകിലെത്തുന്നു. വില്ല് പുറത്തേക്ക് ഇറങ്ങുന്നു, ട്രക്കിൻ്റെ മുകളിലോട്ട് അങ്ങ് ചാടി കയറുന്നു. ശേഷം നമ്മളുടെ ബ്രീസാണേലോ ആക്സിലേറ്റർ അങ്ങ് ചവിട്ടി പിടിച്ചിട്ട് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ശേഷം അവനും പുറത്തിറങ്ങുന്നു, നേരെ ട്രക്കിൻ്റെ മുകളിലോട്ട് അങ്ങ് ചാടുന്നു. പക്ഷേ ഒരു കാറിൻ്റെ സ്പീഡ് കുറയുന്നതുകൊണ്ട് തന്നെ അവനക്ക് കറക്റ്റായിട്ട് അങ്ങ് പിടിക്കാൻ പറ്റുന്നില്ല. എന്തോ ഒരു ഭാഗ്യത്തിന് വില്ലിൻ്റെ കാലിൻ്റെ മുകളിൽ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇല്ലെങ്കിൽ ഉറപ്പാണ് ആ ലോറിയുടെ അടിയിലോട്ടാവും പോയിരുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൊടുങ്കാറ്റിൻ്റെ കണ്ണിൻ്റെ ബാക്കിയായി വലിയൊരു കൊടുങ്കാറ്റ് അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു കൊടുങ്കാറ്റിനെ കുറിച്ചാണ് നമ്മളുടെ വില്ല് നേരത്തെയൊക്കെ പറഞ്ഞിരുന്നത്. ഈ ഒരു കാറ്റാണെങ്കിൽ ഇവരുടെ തൊട്ട് പിന്നാലെ എത്തിയിട്ടുണ്ട്. നമ്മളുടെ പിള്ളേരാണെങ്കിലോ മേളിൽ കൂടെ ഇങ്ങനെ നടന്ന് ഒരു വിധത്തിൽ ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്തോട്ട് എത്തിയിട്ടുണ്ട്.
പക്ഷെ ഒരു ഹാക്കർ ആണെങ്കിലോ അങ്ങ് ഗണ്ണെടുക്കുന്നു. ഇവനാണെങ്കിൽ നമ്മളുടെ വില്ലിന്റെ നേർക്ക് വെടിവെച്ചുകൊണ്ടിരിക്കേ. പക്ഷെ പേടിക്കാനില്ല, കാരണം തൊട്ടപ്പുറത്തെ സൈഡിൽ നമ്മളുടെ ബ്രീസ് ഉണ്ട്. അങ്ങനെ അപ്പുറത്തെ സൈഡിൽ കൂടെ ബ്രീസ് വരുന്നു, ഹാക്കറിന്റെ കയ്യിലോട്ട് അങ്ങ് ഷൂട്ട് ചെയ്യുന്നു. ശേഷം ഈ ട്രക്ക് അവരങ്ങ് പിടിച്ചെടുക്കുന്നുണ്ട്. ഈ ഹാക്കേഴ്സിന്റെ ബാക്കിലോട്ട് തട്ടി ഇവർ ഈ ഒരു ട്രക്കുമായിട്ട് അങ്ങ് പോകുന്നുണ്ട്. അങ്ങനെ രണ്ടാമത്തെ ട്രക്ക് പിടിച്ചെടുക്കാനായിട്ട് വില്ലങ്ങ് പുറത്തേക്ക് ഇറങ്ങുന്നു. ശേഷം രണ്ടാമത്തെ ട്രക്കിന്റെ മുകളിലോട്ട് അങ്ങ് ചാടി കയറുന്നുണ്ട്. ഈ രണ്ടാമത്തെ ട്രക്കിലാണ് കേസി ഉള്ളത്. പക്ഷെ കേസിയുടെ കൂടെ തന്നെ സാമും ഉണ്ട്. പിന്നെ പറയണ്ടല്ലോ, സാമിന്റെ ബ്രദറിനെ കൊന്നതിന്റെ പക അവനങ്ങ് തീർക്കുന്നുണ്ട്. അങ്ങനെ കേസിയും സാമും കൂടെ വൻ ഫൈറ്റാ. ഈ ഒരു ഫൈറ്റിൻ്റെ ഇടയിൽ ആ പാവം ഡ്രൈവറിനാണെങ്കിലോ ട്രക്ക് ഓടിക്കാൻ പറ്റുന്നില്ല. ആ ഒരു ട്രക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കോണ്ടിരിക്കേ, അതിൻ്റെ കൂടെ പാവം നമ്മളുടെ വില്ലും. പക്ഷെ വില്ല് എങ്ങനെയൊക്കെയോ പിടിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ഫൈറ്റിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ കേസിയുടെ കയ്യിലാണെങ്കിൽ ഗണ്ണ് കിട്ടുന്നു, അങ്ങ് പൊട്ടിക്കുന്നു. ഈ ഒരു ബുള്ളറ്റ് ആണെങ്കിലോ നമ്മളുടെ ഡ്രൈവറിൻ്റെ നെഞ്ചത്തോട്ടും കൊള്ളുന്നു. പിന്നെ പറയണ്ടല്ലോ, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പൊക്കോണ്ടിരിക്കേ. അതുമാത്രമല്ല, തൊട്ടടുത്ത് വലിയൊരു ഫാക്ടറി ഉണ്ട്. ആ ഫാക്ടറിയുടെ മുകളിലോട്ട് അങ്ങ് ഇടിക്കാൻ പോവുകയാണ് ഈ ഒരു വണ്ടി. എത്രയും പെട്ടെന്ന് വില്ല് ഈ ഒരു വണ്ടി എടുത്തില്ല എന്നുണ്ടെങ്കിൽ മൊത്തം കയ്യിൽ നിന്ന് പോവും. അങ്ങനെ വില്ല് ഒരു വിധത്തിൽ ആ ഡ്രൈവറിനെ പുറത്തിടുന്നു, ഉള്ളിലോട്ട് കയറുന്നു, വണ്ടി അങ്ങ് ഓടിക്കുന്നു. അവൻ വളരെയധികം കഷ്ടപ്പെട്ട് ആ വണ്ടി അങ്ങ് ഓടിച്ചെടുക്കുന്നുണ്ട്. ഫാക്ടറിയുടെ മുകളിൽ ഇങ്ങനെ ഒരതി പോവാൻ ഈ ഒരു ട്രക്ക്. എന്തോ ഒരു ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. പക്ഷേ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഈ ഒരു ട്രക്കിനകത്ത് തന്നെയാണ് സാമിനെ എങ്ങനെയെങ്കിലും തീർത്തേ പറ്റുള്ളൂ. പിന്നെ അവനൊന്നും നോക്കിയില്ല, ഈ ഒരു ട്രക്ക് നൈസായിട്ട് അങ്ങ് ജമ്പ് ചെയ്യിക്കുന്നു. പിന്നെ പറയണ്ടല്ലോ, സാമും അവൻ്റെ ഗണ്ണും അങ്ങ് എയറിലിരിക്കുകയാണ്. ആ എയറിൽ നിന്ന് ആ ഗണ്ണെടുക്കുന്നു, സാമിൻ്റെ നെഞ്ചത്തോട്ടങ്ങ് പടാന്ന് പൊട്ടിക്കുന്നു. ശേഷം അവനെടുത്ത് പുറത്തിടുന്നുണ്ട്. സോ അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ ഈ ഒരു ഫൈറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരുടെ ട്രക്കായി മൂന്നാമത്തെ ട്രക്ക്. അതുമാത്രമല്ല, ഇവരുടെ തൊട്ട് പിന്നിൽ എത്തിയിട്ടുണ്ട് മറ്റേ കൊടുങ്കാറ്റ്. പിന്നെ പോരാത്തിന് നമ്മളുടെ ബ്രീസിനിട്ട് പണിയാനിരിക്കുകയാണ് കോണർ. അവൻ ഗണ്ണെടുക്കുന്നു, ബ്രീസിന് നേരെ വെടിവെക്കുന്നു. ബ്രീസിൻ്റെ കയ്യിലാണെങ്കിൽ ഒരു മാട്ട പിസ്റ്റൽ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് വെടിവെച്ചിട്ട് എവിടെ എത്തുന്നില്ല. ഇവൻ്റെ കയ്യിലാണെങ്കിൽ മെഷീൻ ഗണ്ണാ. അങ്ങനെ വെടിവെച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറകീത്ത വണ്ടിയിൽ നിന്ന് നമ്മളുടെ കേസി ഗണ്ണെടുത്തിട്ട് അങ്ങ് വെടിവെക്കുന്നത്. അത് കറക്റ്റായിട്ട് കോണറിൻ്റെ ദേഹത്ത് കൊള്ളുന്നുണ്ട്. പക്ഷെ അവൻ മുന്നോട്ട് പൊക്കോണ്ടിരിക്കേ. ഈ സമയത്ത് വില്ലും ബ്രീസും കൂടെ അവരുടെ ട്രക്ക് കൊണ്ട് അവനെ ഇടിച്ചിടിച്ച് പിന്നിലാക്കുന്നു. എന്നിട്ട് അവൻ്റെ വഴിയും കൂടെ അങ്ങ് ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അവൻ ഓവർടേക്ക് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. സംഭവം വേറെ ഒന്നുമില്ല, കൊടുങ്കാറ്റിന് ഇട്ട് കൊടുക്കാനുള്ള ചെറിയൊരു പ്ലാൻ. കൊടുങ്കാറ്റാണെങ്കിൽ കോണറിൻ്റെ തൊട്ട് പിന്നിൽ എത്തിയിട്ടുണ്ട്. എത്തിയെന്ന് മാത്രമല്ല, അവൻ്റെ വണ്ടിയുടെ മുകളിലുള്ള കണ്ടെയ്നർ അങ്ങ് പറന്നു പോകുന്നു. അതിനകത്താണ് 600 മില്യണിലെ 200 മില്യൺ. ഇതൊക്കെ പോണ കണ്ടിട്ടാകെ ഭ്രാന്തെടുത്തിരിക്കുക നമ്മളുടെ കോണർ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പറന്നുപോയ കണ്ടെയ്നർ കോണറിൻ്റെ ട്രക്കിൻ്റെ മുകളിൽ തന്നെ വന്നങ്ങ് വീഴുന്നത്. പിന്നെ പറയണ്ടല്ലോ, ആ ട്രക്ക് അങ്ങ് പൊട്ടിത്തെറിക്കുന്നു. കോണർ മരിച്ചു. ഈ സമയത്താണ് ബ്രീസ് ഓടിക്കുന്ന ട്രക്കിന് പണി കിട്ടുന്നത്. സോ എത്രയും പെട്ടെന്ന് ബ്രീസിനെ വില്ലിൻ്റെ ട്രക്കിലോട്ട് മാറ്റണം. അപ്പോൾ അതിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവരുടെ നല്ല മനസ്സുകൊണ്ട് ഹാക്കേഴ്സിനെ കൂടെ സഹായിക്കാൻ ഇവരിയ്ക്കുന്നുണ്ട്. അങ്ങനെ ഹാക്കേഴ്സിൻ്റെ കയ്യിൽ ട്രക്ക് കൊടുക്കുന്നു. ശേഷം ബ്രീസ് വില്ലിനെ അവൻ്റെ ട്രക്കിലോട്ട് മാറ്റുന്നു. എന്നിട്ട് ഹാക്കേഴ്സിനെ മാറ്റുന്ന കറക്റ്റ് സമയത്താണ് കൊടുങ്കാറ്റങ്ങ് ആഞ്ഞടിക്കുന്നത്. ഇവരുടെ ട്രക്ക് അങ്ങ് പറന്നു പോകുന്നുണ്ട് അതിനകത്തോട്ട്. വില്ലിൻ്റെ ട്രക്ക് മാത്രമാണ് ബാക്കിയുള്ളത്. അത് മാത്രമല്ല, 600 മില്യണിൽ ഇനി വെറും 200 മില്യൺ മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെ ഈ ഒരു ട്രക്ക് കൊണ്ട് കൊടുങ്കാറ്റിൽ നിന്ന് ഭയങ്കര സ്പീഡിൽ പൊക്കോണ്ടിരിക്കുകയാണ് വില്ല്. ഒരു വിധത്തിൽ അവർ രക്ഷപ്പെട്ടു. അത് മാത്രമല്ല, അവരുടെ മുമ്പിൽ വെളിച്ചവും വന്നു. സോ കൊടുങ്കാറ്റും കോപ്പൊക്കെ അവസാനിച്ചിട്ടുണ്ട്. കിട്ടിയ 200 മില്യണും കൊണ്ട് നേരെ ഗവൺമെന്റിനെ കാണാൻ പോകുന്നു. ഈ ഒരു പോയിന്റിൽ വെച്ചാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.